ഫിനിക്സ് റൺസ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഗംഭീറിന്റെ രാജതന്ത്രം ഗംഭീർ എങ്ങനെ നടപ്പിലാക്കി, അതിന് ഗംഭീറിനെ സഹായിച്ചത് ആരെല്ലാം, സഞ്ജുവിനെ ഗംഭീർ എങ്ങനെ സേവ് ചെയ്തു, എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പം ഗംഭീറിന്റെ തന്ത്രം എങ്ങനെയാണ് ഗംഭീർ പ്രാവർത്തികമാക്കിയത്, അതിന് ഗംഭീറിനെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം, ഏത് രീതിയിൽ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ അഗാർക്കർ ലോബി, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഗാർക്കർ ലോബി രാഷ്ട്രീയം അതേപോലെ തന്നെ പക്ഷപാതപരമായിട്ടാണ് ടീം സെലക്ഷൻ നടന്നത്. അതില് ഗംഭീറിന് വലിയ റോള് ഇതുവരെ ഉണ്ടായിരുന്നില്ല. കാരണം സെലക്ഷൻ കമ്മിറ്റിയിൽ കൂടുതലും ആൾക്കാർ നമ്മുടെ അഗാർക്കറിന്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ സെലക്ഷൻ കമ്മിറ്റിയിലോട്ട് രണ്ടുപേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് RP സിംഗും ഒന്ന് പ്രഗ്യാൻ ഓജയും. പ്രഗ്യാൻ ഓജെ, RP സിംഗും, ഈ രണ്ടുപേരും വന്നപ്പോൾ ഗംഭീറിന്റെ ഭാഗത്താണ് ഇവര് നിന്നത്. അങ്ങനെ അഗാർക്കർ ലോബി മാറി ഇപ്പം ഗംഭീർ ലോബി ആയിട്ടുണ്ട്. അപ്പം ഗംഭീറിനാണ് ഇപ്പം പിടുത്തം മൊത്തം. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പിന്തുണയുള്ളത് ഗംഭീറിനാണ്. ഗംഭീറിന്റെ കൂടെയാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഗംഭീറിനോട് അടുപ്പമുള്ള രീതിയിൽ എന്ന് വെച്ചാൽ അവർ ടീം സെലക്ഷനിൽ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് നല്ല ആൾക്കാരെ, കാരണം അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കാൻ അവർ കൂട്ടു നിൽക്കുന്നു. അല്ലാണ്ട് വേറെ ഇത് ലോബി കളിയൊന്നും അല്ല. അഗാർക്കർ ലോബിനെ തകർത്തത്രയാണ്. അതുകൊണ്ടാണ് ഇവര് ഇപ്പോൾ ടീം സെലക്ഷനിൽ വന്നവരുടെ പിന്തുണയോട് കൂടിയാണ് ഇഷാൻ കിഷനും നമ്മുടെ റിങ്കു സിംഗും അർഹതപ്പെട്ടവർ രണ്ടുപേരും ടീമിലോട്ട് വരാൻ കാരണം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ടീമിൽ സെലക്ഷനിൽ റിങ്കു സിംഗിന്റെ സെലക്ഷൻ മസ്റ്റാണ്, ആവശ്യമാണ്. കാരണം ഒരു നല്ലൊരു ഫിനിഷർ നമുക്ക് ലോകകപ്പ് പോലുള്ള മത്സരങ്ങളിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ ആ ടീമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ തുടക്കമൊക്കെ ഇപ്പം 300 റൺസിന് മേളിലാണ് 20 ഓവറിലൊക്കെ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗില്ലിനെ പോലെയുള്ള ഒരാളും കാര്യമില്ല. അപ്പം ഒന്നെങ്കിൽ നല്ല റൺസ് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട് ആവുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ ഗില്ല് പെട്ടെന്ന് ഔട്ട് ആവുന്നുണ്ട്, അഥവാ റൺസ് എടുക്കുന്ന സമയത്ത് അത് 30 ബോളിൽ 30 റൺ. അതുകൊണ്ട് ടീമിന് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ സഞ്ജുവിനെ എങ്ങനെ സേവ് ചെയ്തു, സഞ്ജുവിനെ എങ്ങനെ ഇപ്പോൾ ടീമിൽ നിലനിർത്താൻ കാരണം ഗംഭീറിന്റെ തന്ത്രമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗില്ലിനെ അങ്ങനെ ടീമിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കളയാൻ പറ്റുന്ന ഒരു താരമല്ല ഗില്ല്. ഇതിനു മുമ്പ് നല്ല കളികളിൽ സെഞ്ചുറിയും ഒക്കെ അടിച്ചിട്ടുള്ള ആളാണ്, ഭാവി ക്യാപ്റ്റനാണ്. അപ്പം ടീമിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പുറത്തു കളയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പം ഗില്ലിന് അവസരം കൊടുക്കണം. അവര് അഗാർക്കർ വൈസ് ക്യാപ്റ്റനും കൂടെ ആപ്പം ടീമിൽ കളിപ്പിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. സഞ്ജുവിനെ കളിപ്പിക്കണമെങ്കിൽ മധ്യനിരയെ കളിപ്പിക്കണം. സഞ്ജുവിന് മധ്യനിരയെ കളിച്ചാൽ സഞ്ജു ഫ്ലോപ്പ് ആവും. അത് നമ്മൾ 2-3 കളികളിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ പൊസിഷനിൽ ഏറ്റവും കളിക്കാൻ അർഹതയുള്ളതും യോഗ്യതയുള്ളതും ജിതേഷ് ശർമ്മയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ജിതേഷ് ശർമ്മനെ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സഞ്ജു കളിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സഞ്ജു ഫോം ഔട്ട് ആവുകയും ചെയ്യും, ടീമിന് പുറത്തു പോവുകയും ചെയ്യും എന്നുള്ള കാര്യം ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സഞ്ജു കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് വേണം. നമ്മുടെ ഗംഭീർ പറഞ്ഞ പോലെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിനാണ് ആവശ്യം. സഞ്ജുവിന് ഇന്ത്യൻ ടീമിന് അത്ര അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് സഞ്ജുവിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഗംഭീർ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റി മധ്യനിരയിൽ ജിതേഷ് ശർമ്മനെ കളിപ്പിച്ചു. ഇപ്പൊ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഗില്ലും പുറത്തുപോയി, ജിതേഷ് ശർമ്മയും പുറത്തുപോയി. ഇനി ലോകകപ്പ് വരെ എന്ത് വന്നാലും സഞ്ജു ടീമിലും ഉണ്ടാവും, ഓപ്പണിംഗ് സ്ഥാനത്തും ഉണ്ടാവും. ഇനി അതിൽ നിന്ന് ഫ്ലോപ്പ് ആയാൽ മാത്രമേ നമ്മുടെ ഇഷാൻ കിഷാൻ കയറി വരികയുള്ളൂ. അപ്പം അത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗംഭീറിന്റെ തന്ത്രം അതല്ലെങ്കിൽ ഗംഭീറിന്റെ പിടിമുറുകി എന്നുള്ള തെളിവ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്ത ഒരാളെ പോലും ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്യില്ല, കളിപ്പിക്കില്ല എന്ന് ഗംഭീർ പറഞ്ഞത് ഇപ്പം നടപ്പിലാകാൻ തുടങ്ങി. കാരണം ഗംഭീറിന് പറ്റിയ ആൾക്കാര് സെലക്ടർമാരിൽ വന്നതുകൊണ്ടാണിത്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ വിരാട് കോഹ്ലി, ഇഷാന്ത് ശർമ്മ മിക്കവരും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ നോക്കുന്നു. രോഹിത് ശർമ്മ അടക്കം. എന്ന് വെച്ചാൽ നമ്മുടെ പന്ത്, എല്ലാവരും ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ കളിക്കാണ്ട് ഇനി ഒരിക്കലും ടീമിലോട്ട് വരില്ല എന്ന് 100% ഉറപ്പായി. ഇവരെല്ലാം കളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗംഭീറിന്റെ രാജതന്ത്രം വിജയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ സംഭവിക്കും, നല്ല വിജയങ്ങൾ കൊണ്ടുവരും.
കാരണം ഏകദിനത്തിലാണെങ്കിലും T20 ആണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും നല്ല വിജയങ്ങൾ കൊണ്ടുവരാൻ ഗംഭീറിന്റെ കീഴിൽ സാധിക്കും. അപ്പം സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.